ആദ്യമായി ഞങ്ങൾ പോയത് ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ്. അതിനുശേഷം കാട്ടിലൂടെ ഞങ്ങൾ പോയത് ഭൂതങ്ങൾ കെട്ടിയ പഴയ ഡാമിലേക്കായിരുന്നു. കടുവയോ നിപ്പുണ്ടെങ്കിൽ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, വേറെ ഒന്നും വേണ്ട. പ്രകൃതി ഇങ്ങനെയുള്ള മരങ്ങൾ കൊടുത്തുണ്ട്, കണ്ടോ, അവിടെ കണ്ടാൽ മതി. ആ മരത്തിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു കല്ല് കാണും, കല്ലെടുത്ത് ആ മരത്തിൻ്റെ ഭാഗത്ത് 2 ഇടി കൊടുത്താൽ മതി, ഇവരപ്പം ഓടും. കാരണം അതിൻ്റെ മുഴക്കം ഞാൻ കേൾപ്പിച്ചതാണ്. ഇതാഞ്ഞിരി നോക്കിയോളൂ. എല്ലാ ഭൂതങ്ങളെയും വിളിച്ചൊരു കൂട്ടായ്മ കൂടി വിളിച്ച് ഈ വർക്ക് അവരെ ഏൽപ്പിച്ചപ്പോൾ അവരൊരു എഗ്രിമെൻ്റ് വെച്ചു, ഒരു രാത്രി മാത്രം ഞങ്ങൾ വരാം, പിന്നെ വിളിക്കരുത്. കാരണം ഞങ്ങൾ ഭൂതഗണങ്ങളെല്ലാം ശിവൻ്റെയാണ്. അടയ്ക്കാനുള്ള 12 കല്ലും അപ്പുറം കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാ ഭൂതങ്ങളും കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു. വിശ്രമം കഴിഞ്ഞ് അവർ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന കല്ലെടുത്ത് അടച്ച് പണി പൂർത്തീകരിച്ചു പോകാൻ വേണ്ടിയിരിക്കണം. ഈ സമയത്താണ് ശിവന് തോന്നിയത്. നല്ല അഴകുള്ള ഒരു പൂവൻകോഴി വേഷത്തിൽ വേഗം അവിടെ നിന്ന് പറന്നതേ കാടിനകത്തൊരു കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറി അനങ്ങാതിരുന്നു. പക്ഷേ ഇത് ഭൂതങ്ങൾ അറിയുന്നില്ല. ഭൂതങ്ങളുടെ വിശ്രമം കഴിഞ്ഞ് കുണ്ടേ വെച്ച കല്ലെടുത്ത് അടയ്ക്കാമെന്ന് കരുതി എല്ലാ ഭൂതങ്ങളും മട്ട കത്തിച്ച് ഓടിച്ചെന്ന് കല്ലെടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ കൂർത്ത കല്ലിൻ്റെ മുകളിൽ കയറുന്ന 2 ചിറകൾ തടിച്ച് ഉറക്കെ 3 പ്രാവശ്യം കോഴിയായിട്ട് വീട്ടി അങ്ങോട്ട് കോഴി കൂവിക്കഴിഞ്ഞാൽ നേരം വെളുത്തു പോയാൽ ഈ ഭൂതപിശാചുകളുടെ ശക്തി പോവും. ഇവർക്ക് രാത്രി മാത്രമേ ശക്തിയുള്ളൂ. അതിൽ തലവനായ ബോധം പറഞ്ഞു, ഒരു നിമിഷം പോലും നിൽക്കണ്ട, ജനങ്ങൾ നമ്മളെ കണ്ട തിരിച്ചറിയും, ഈ പണി ഇവിടെ അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ച് കടന്നു പോയതാണ് ആ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൻ്റെ അപ്പുറയാണ് 12 കല്ലും കൊണ്ടു വെച്ചിരിക്കുന്നത്. പിന്നെ അന്ന് അടുത്തതായി ഞങ്ങൾ പോയത് തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിലേക്കാണ്. 25 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേത സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. 1983 ഓഗസ്റ്റ് 27 ഇത് നിലവിൽ വന്നത്. അടുത്തതായി ഞങ്ങൾ പോയത് എറണാകുളം ജില്ലയുടെ അതിർത്തി ഗ്രാമമായ മാമലക്കണ്ടത്തേക്കാണ്. ഇടുക്കി എറണാകുളം ജില്ലയുടെ ബോർഡറായ എറണാകുളം ജില്ലയുടെ ഭാഗമായ മാമലക്കണ്ടത്തെ മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.